വെറുത്താൽ എനിക്ക് ഇത്രേ ഉള്ളൂ. നീയൊക്കെ എന്നെ 4 തെറി പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി വന്നു. ഇനി എന്നെ കൊന്നാലും എനിക്ക് വിഷയമൊന്നും ഇല്ലടേ. എല്ലാ കാലവും ജീവിച്ചിരിക്കാമെന്ന് ഞാൻ ആർക്കും എഗ്രിമെന്റ് ഒന്നും ചെയ്ത് ഒപ്പിട്ടിട്ട് വന്നതല്ല. നീയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്താടാ കാര്യം? നീയൊക്കെ വെറുക്കുന്നതാണ് നല്ലത്. വെറുപ്പ് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഉള്ള കാര്യം പറയുമ്പോൾ നിനക്കൊക്കെ എവിടെയൊക്കെയോ ഇരുന്ന് ഇളകുന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ചൊറിഞ്ഞ് തീർക്കടാ ചെല്ല്. ഉള്ളത് പറയുമ്പോൾ നിനക്കൊക്കെ തുള്ളല് വരുന്നുണ്ടല്ലേ. കാക്കാമാരുടെ വേശ്യാലയത്തെ കുറിച്ച് പറയുമ്പോൾ നിനക്കൊക്കെ തുള്ളൽ വരുന്നുണ്ടോ? എന്നാൽ അവിടെ നിൽക്ക്. വേശ്യാലയത്തെ കുറിച്ചിട്ട് ഉസ്താദുമാര് പറയണത് ഞാൻ കേൾപ്പിച്ചു തരാം. അവിടെ നിൽക്ക്. നീയൊക്കെ ആയിട്ട് തന്നെ ഞാനിതൊക്കെ എടുക്കണ്ടെന്ന് വിചാരിച്ച് വെച്ചിരിക്കുവാണ്. നീയൊക്കെ എടുത്തേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിക്കവിടെ. നിനക്കൊക്കെ വേശ്യാലയത്തെ കുറിച്ചിട്ട് ഉസ്താദുമാര് പറയുമ്പോൾ നിനക്കൊക്കെ വല്ലാത്ത വിഷമങ്ങളുണ്ടല്ലോ. അല്ല, ഞാൻ പറയുമ്പോഴാണല്ലോ നിനക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ഉസ്താദുമാര് പറയുമ്പോൾ വിഷമമൊന്നുമില്ലല്ലോ. നിക്ക്. നീയൊക്കെ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുമ്പോൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നല്ലേ നീയൊക്കെ പറയുന്നത്? ശരി, കേട്ടോ. ഒരാവശ്യത്തിന് തപ്പിയാൽ ഇവന്മാരുടെ ഭക്ഷണത്തരങ്ങളാകട്ടോ. ഈ സ്വർഗം നമുക്ക് വേണ്ടടേ. നമ്മുടെ കളിവീരനായ മമ്മദണ്ണന്റെ അവിഞ്ഞ സ്വർഗമുണ്ടല്ലോ, കാമഭ്രാന്തന്മാരുടെ വേശ്യാലയം, നമുക്കത് വേണ്ട. ശരി മുഹമ്മദ് യാസീനെ, ഞാൻ ചാവാനായിട്ടുണ്ട്, സമ്മതിക്കുന്നു. എന്തായാലും മമ്മദണ്ണൻ കിടന്ന് ചത്തിട്ട് 3 ദിവസം കിടന്ന് ഈച്ചയരിച്ച് ചീഞ്ഞ് നാറിയതുപോലെ ഈ കാലഘട്ടത്തിൽ ജാമിദയുടെ ശവം അങ്ങനെ കിടന്ന് ചീഞ്ഞ് നാറത്തില്ല. ആരെങ്കിലും എടുത്തങ്ങ് സംസ്കരിച്ചോളൂ, പോരെ. അതുകൊണ്ട് നിന്റെയൊക്കെ ഈ തുടുത്ത മാറിടവും വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയും ഒന്നുമുള്ള ഈ അവിഞ്ഞ അശ്ലീലം പിടിച്ച സ്വർഗം എനിക്ക് വേണ്ടാവേ. ഇരുമാറുകൾ അവർ കൊണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരടത്തിലൂടെയാണോ അതിന്റെ രസം? അതിലൂടെ അല്ലാഹുവിനുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടെല്ലാം. ഈ സ്വർഗത്തിലേക്ക് പോകാനാണ് നീയൊക്കെ ഇത്രയും കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുന്നത്. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അല്ലാഹു തരും. അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ പോരെ. അപ്പൊ നിന്റെയൊക്കെ ഇതുപോലെയുള്ള അവിഞ്ഞ കാമഭ്രാന്തന്മാര് മാത്രം പോകുന്ന സ്വർഗമുണ്ടല്ലോ, നമുക്ക് വേണ്ട. ഒരു കാര്യം ചെയ്, സംജു, ഹംസ, ഇവനെയൊക്കെ പോലെ വിവരമുള്ള നല്ല ആളുകളുടെ വീഡിയോകൾ ഉണ്ട്. അവരുടെയൊക്കെ സൈറ്റിൽ പോയി കണ്ടോ വച്ചേ. നിന്നെയൊക്കെ ആര് വിളിച്ചിങ്ങോട്ട്? ആരാ വിളിച്ചേ? ആർക്കും ഒരു താല്പര്യവുമില്ല നിന്നെ ഒന്നും. ചെല്ല അവിടെ പോയിട്ടേ കണ്ടോ. ഇപ്പോ മുസ്ലിങ്ങൾക്ക് തന്നെ ഒരുപാട് ചിന്തകൾ വന്നു തുടങ്ങി. അവര് മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഈ മാറിടം തുടുത്ത പെണ്ണുങ്ങളുള്ള 72 ഹൂറികളുള്ള ഒരു കളി 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഈ സ്വർഗവും കളിയും ഏതാണ്ട് കേട്ട് അവർക്കൊക്കെ അങ്ങ് മടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ നല്ല രൂപത്തിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, ബലി പോലും വേണ്ട. ഒരുപാട് രാജ്യങ്ങളിൽ പെരുന്നാൾ നമസ്കാരം പോലും നിരോധിച്ചു. നിങ്ങൾ അറിഞ്ഞില്ലേ? അറിയാൻ സാധ്യതയില്ല കേട്ടോ.
പെരുന്നാൾ നമസ്കാരവും ബലിയുമൊക്കെ നിരോധിച്ചു ജനങ്ങൾ, ഭരണാധികാരികൾ. അങ്ങനെ മൃഗങ്ങളെ അറുത്ത് പാപം പൊറുക്കുന്ന ഒരു രീതി വേണ്ടാന്ന് തീരുമാനിച്ചു. ചൈനയിലെ ഈ മതം മാനസിക രോഗമാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? ചൈനയിൽ നമസ്കരിക്കാൻ പൊതുനിരത്തിലെ പായ വിരിച്ചതാണ് കുറെ എണ്ണം. തലയിൽ കിടന്ന തലപ്പാവൊക്കെ ഊരി തറയിൽ വിരിച്ചു. ഒരമണിക്കൂർ കഴിഞ്ഞില്ല, കുറച്ച് വികലാംഗര് നീണ്ടു നിവർന്ന് വരി വരിയായിട്ട് നടന്നു പോകുന്നു. മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാനും ഭയമാണ്. ഞാൻ ഒരുപാട് നോക്കി അതിന്റെ വാർത്തകൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയില്ല. ഞാൻ അങ്ങനത്തെ വാർത്തകളൊക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇതുപോലെയുള്ള വാർത്തകളൊന്നും കൊടുക്കാറില്ലല്ലോ. ഇവരെ പൊതുനിരത്തുകളിലൊക്കെ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ? നബിദിനത്തിന് ചൈനയിൽ ഒരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കാൻ ഇസ്ലാം മത സംഘടനകളെല്ലാം കൂടെ ശ്രമിച്ചതേ ഇവർക്ക് ഓർമ്മയുള്ളൂ. എല്ലാത്തിനെയും ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചു. പലരും ഇന്നും സൂര്യപ്രകാശം കണ്ടിട്ടില്ല എന്നാ കേട്ടത്. ചൈനയിലൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഒരുപാട് മെസ്സേജുകൾ അവിടെ നടക്കുന്ന പല വിഷയങ്ങളും നമ്മളുമൊക്കെ ആയിട്ട് പങ്കുവെക്കാറുണ്ട്. ഇപ്പോ ഹജ്ജിന് തന്നെ കണ്ടില്ലേ, ബലി, പെരുന്നാൾ നമസ്കാരം. ഇപ്പൊ അതൊക്കെ ഒരു പ്രഹസനമല്ലേ? ഈ വർഷത്തെ ഹജ്ജ് വിജയകരമായി സമാപിച്ചു എന്നാണ് മക്കയിലെ മേഖലാ ഡെപ്യൂട്ടി അമീറും ഹജ്ജ് ഉംറ കമ്മിറ്റിയുടെ സ്ഥിരം വൈസ് ചെയർമാനുമായിട്ടുള്ള പ്രിൻസ് സൗദ് ബിൻ മിഷാലിന്റെ പ്രഖ്യാപനം. സാധാരണ വരാറുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തവണ കുറവായിരുന്നു. കാരണം എന്താ? ജനങ്ങൾക്ക് മനസ്സിലായി പടച്ചോൻ എന്താ മക്കയിൽ തന്നെ പോയിരിക്കുന്നത്. അപ്പൊ സമ്പത്തുള്ളവരെ മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലേ പാപമോചനവുമായി പടച്ചോനിരിക്കുന്നത്. ഈ പടച്ചോൻ കൊള്ളാലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോയി ഹജ്ജ് ചെയ്താൽ ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന യോനിക്കല്ലിനെ ഒന്ന് തൊട്ടുമുത്തിയാൽ, ആ കഅബയ്ക്ക് മുകളിൽ, ആ കെട്ടിടത്തിന് മുകളിൽ വിരിച്ചിരിക്കുന്ന തുണിയിൽ ഒന്ന് തൊട്ടാലോ ഒന്ന് പിടിച്ചു വലിച്ചാലോ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്ത് ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെയാകുമെന്നുള്ള വിശ്വാസത്തിന് എന്തോ ഒരു കുഴപ്പമില്ലേന്ന് ജനങ്ങള്. വിദ്യാഭ്യാസം ഉണ്ടെന്നേ, ഇന്നത്തെ ജനങ്ങൾക്ക് വിവരമുണ്ടെന്നേ അവര് ചിന്തിച്ചു തുടങ്ങി. ഇവര് പറയുന്ന ഈ വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒന്നും തലയ്ക്കകത്ത് ആളുതാമസമുള്ള ജനത ഇനിയും അംഗീകരിക്കില്ല. ഹജ്ജ് സുരക്ഷ, ആരോഗ്യം, സേവനം ഇതുമൊക്കെയായി ബന്ധപ്പെട്ടത് എല്ലാം അനിഷ്ട സംഭവങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് എന്നാണ് സൗദ് ബിൻ മിഷാൽ പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ ജംറയിൽ കല്ലെറിയുമ്പോൾ കുറെ എണ്ണം അവിടെ വീണ് ചാവും. ബലിയർപ്പിക്കുന്ന സമയത്ത് കുറെ മൃഗങ്ങൾ പകുതി തലയുമായിട്ട് പകുതി വെട്ടുമേറ്റ് ഇങ്ങനെ ഓടി നടക്കും. പിന്നെ കുറെ പേരെ കാണാനില്ലാതാകും. അമിതമായ ചൂടിൽ കുറെ എണ്ണം അവിടെ തീരും. ലിഫ്റ്റ് തകർന്ന് കുറെ ആളുകൾ ചാവും, മരിക്കും. കുറെ ആളുകളെ ഹജ്ജ് അമീറന്മാര് കൊണ്ടുവിട്ടിട്ട് മുങ്ങും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എന്തായിരുന്നാലും സ്വർഗം വഹിക്കാൻ പോകുന്നതല്ലേ, ഈ പാപവും കൂടി ചെയ്തിട്ട് അങ്ങ് വാങ്ങിക്കാമെന്ന് അവരും അങ്ങോട്ട് തീരുമാനിക്കും. എല്ലാം കള്ളത്തരങ്ങളല്ലേ. തീർത്ഥാടകർക്ക് സുരക്ഷിതമായും സമാധാനപരമായും കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തമാക്കിയ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കിയ 2 ഹറം സംരക്ഷകനായിട്ടുള്ള സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ MBS, അദ്ദേഹവും മക്ക മേഖലയുടെ അമീറായിട്ടുള്ള പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ, അദ്ദേഹവും ആഭ്യന്തരമന്ത്രിയും അതുപോലെ സുപ്രീം ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയിട്ടുള്ള പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നൈഫ്, ഇവരെല്ലാവരുടെയും ഹജ്ജ് സേവകരുടെയും ഒക്കെ പേരില് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത് തന്നെ. സൗദി രാജകുമാരൻ, സുരക്ഷ, ആരോഗ്യം, സേവനം. സൗദി രാജകുമാരനെ നമുക്കറിയാം, അദ്ദേഹം കുറച്ച് പുരോഗമനവാദിയാണ്.
6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര രീതിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ആ ജമീദ് പീറ്ററിനെ പറഞ്ഞു വിട്ടേക്ക് കേട്ടോ, നിഷാദെ, അവനെ പറഞ്ഞു വിട്ടേക്ക്. അപ്പോ ഈ മുഹമ്മദ് ബിൻ സൽമാൻ പഠിച്ചതും അദ്ദേഹം സംസ്കാരം ഫോളോ ചെയ്യുന്നതുമൊക്കെ പ്രത്യേകിച്ച് യൂറോപ്യന്മാരുമായിട്ടാണ്. അതുകൊണ്ട് തലയ്ക്കകത്ത് ആളുതാമസമുണ്ട്. മനുഷ്യൻ ഇന്ന് വേണ്ടത് 6-ാം നൂറ്റാണ്ടിന്റെ നിയമമല്ല, മറിച്ച് മാനവികതയുള്ള യുക്തിഭദ്രമായിട്ടുള്ള ഒരു രീതിയാണ്, ചിന്താരീതിയാണ്. അത്തരത്തിൽ യുക്തിപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന, രാജ്യത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന, രാജ്യത്തെ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന ഒരു രീതിയാണ് വേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെയും മനുഷ്യന്മാരായിട്ട് ഉൾക്കൊള്ളാൻ മുഹമ്മദ് ബിൻ സൽമാന് സാധിച്ചത്. അതിന്റെ പേരിലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ എത്രയോ രൂപത്തിൽ അദ്ദേഹത്തെ എതിർത്തതാണ്. എന്നിട്ട് പോലും പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഒരു നവോത്ഥാന സൃഷ്ടിക്ക് നാന്ദിയാകുകയായിരുന്നു.